ഇന്നത്തെ നമ്മുടെ ലക്ഷദ്വീപ് ഐറ്റിനറിയിൽ വരുന്നതാണ് കൽപ്പത്തി ഐലാൻഡ്. അപ്പോൾ അവർ നമ്മളെ അഗത്തി ഐലാൻഡിൽ നിന്നും കൽപ്പത്തി ഐലാൻഡിലേക്ക് വെറുതെ ഒരു ബോട്ടിലല്ല കൊണ്ടുപോകുന്നത്, ഗ്ലാസ് ബോട്ടിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഗ്ലാസ് ബോട്ട് വഴി നമുക്ക് എന്ത് കാണാൻ പറ്റും? കടലിനടി കാണാൻ പറ്റും. അതുവഴി നമുക്ക് കോറൽസിനെയും ഫിഷിനെയും ടേർട്ടിലിനെയും ഒക്കെ കാണാൻ പറ്റും. കുറേ സംഭവങ്ങൾ നമ്മൾ പുസ്തകത്തിൽ വായിച്ചറിഞ്ഞ് കണ്ടിരുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. പിന്നെ സ്കൂബ ഡൈവിങ് ഇതിൻ്റെയും കൂടി ഒന്നും കൂടി ഹൈ വേർഷനാണ്. പക്ഷേ ഇതിലൂടെ നമുക്ക് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രായമുള്ളവർ അതേപോലെ ചെറിയ കുട്ടികൾ ഓലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്ക് സ്കൂബ ഡൈവിങ് കുറച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഓൾക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമുക്ക് കോറൽസിനെയും ടേർട്ടിലിനെയും ഫിഷിനെയും പലതരത്തിലുള്ള ഗോൾഡൻ ഫിഷിനെയും പലതരത്തിലുള്ള ഫിഷ് നമുക്ക് കാണാൻ കഴിയും. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ആ കൽപ്പത്തി ഐലാൻഡിലേക്ക് പോണ ആ യാത്ര. പിന്നെ കൽപ്പത്തി ഐലാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനവാസം ഇല്ലാത്ത ഒരു ഐലൻഡാണ് കൽപ്പത്തി ഐലാൻഡ്. അഗട്ടി ഐലാൻഡിലെയും മറ്റു ഐലാൻഡിനെയും വെച്ച് നോക്കുമ്പോൾ അവിടെ ഫുള്ള് ഈ കാട് മാത്രമേ ഉള്ളൂ, വേറൊന്നും അവിടെ ഇല്ല. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഒരു ഭാഗത്ത് കടലും മറ്റേ ഭാഗത്ത് അത്ര തീരെ ഇല്ലാത്ത കടൽ തിരമാല വരാത്ത, അതായത് ശാന്തമായിട്ടുള്ള ഒരു വെള്ളം വരുന്ന കുറച്ച് ഏരിയയും കൂടിയാണ് ഉള്ളത്. ഞങ്ങൾ കൽപ്പത്തി ഐലാൻഡിലേക്ക് യാത്ര തിരിക്കുന്നത് ഒരു ഈവനിങ് ടൈമിലാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഈ വാട്ടർ ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആ സണ്ണിൻ്റെ ആ ലൈറ്റ്സ് വരുമ്പോൾ ഉള്ള ഏരിയ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളപ്പം വന്ന എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ ബിസിയായി പോയി. അങ്ങനെ കുറേ നല്ല ഒരു ഐലൻഡ് തന്നെ ആയിരുന്നു കേട്ടോ കാണാൻ. ഇതിൻ്റെ ഒരു ഫുൾ വ്ളോഗ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.